ഓ ഓ ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. സായിറാം. സുരേഷ് ബാബു. സായിറാം. തുടങ്ങാമല്ലേ? ഓം ശ്രീ സായിറാം. എല്ലാവർക്കും സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം. ശ്രീ സത്യസായി വാണി 14ാം വോള്യത്തിലുള്ള ബാലവികാസിനെ കുറിച്ച് കുറച്ച് കാര്യം സ്വാമി പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. സായിറാം. പുതിയ രൂപത്തിലുള്ള ഗുരുക്കന്മാർ. ലോകത്ത് ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള പ്രാഥമികമായ അടിസ്ഥാനമാണ് ബാലവികാസം. ബാലികാ ബാലന്മാരുടെ വികസനത്തിന് വേണ്ടിയുള്ള സംഘടനാ വിഭാഗം. ശീലങ്ങൾ ഉറച്ചവരാണ് മുതിർന്നവർ. അവരുടെ പെരുമാറ്റങ്ങളിലും മനോഭാവങ്ങളിലും പരിവർത്തനം ഉണ്ടാവുക എളുപ്പമല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ് നാം മനം ഊന്നേണ്ടത്. അവരെ നന്മ നിറഞ്ഞ ജീവിതമാർഗങ്ങളിലേക്ക്, ലാളിത്യത്തിലേക്ക്, വിനയത്തിലേക്ക്, അച്ചടക്കത്തിലേക്ക് നയിക്കണം. ബാലവികാസ് ക്ലാസുകളിലെ സമർത്ഥരും സന്തോഷഭരിതരും സഹകരണ മനോഭാവമുള്ളവരുമായ കുട്ടികളുടെ മാതൃക കാണിച്ച് ബാലവികാസ് ക്ലാസ്സിലേക്ക് സ്വന്തം മക്കളെ അയക്കുന്നതിന് മാതാപിതാക്കളിൽ സ്നേഹപൂർണമായ പ്രേരണ ചെലുത്തണം. നിങ്ങൾക്കറിയാമല്ലോ, കയ്യിലൊരു വടിയും വെച്ചുകൊണ്ട് അടുക്കലേക്ക് കുഞ്ഞുങ്ങളെ ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെന്ന്. പകരം കയ്യിൽ മധുരപദാർത്ഥങ്ങളാണ് നിങ്ങൾ കരുവേണ്ടത്. ഇങ്ങനെ ഗുരുക്കന്മാർ പ്രേമത്തിന്റെയും ക്ഷമയുടെയും മൂർത്തിമത് ഭാവങ്ങളായിരിക്കണം. ബാലവികാസിന്റെ ആദർശം ശുദ്ധവും വ്യക്തവുമായ മനസാക്ഷിയുള്ള ബാലികാ ബാലന്മാരുടെ ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് സുപ്രധാനം കേവലം പാഠ്യക്രമമല്ല, ശ്രേഷ്ഠമായ ശീലങ്ങളും ആദർശങ്ങളും വളർന്ന് ഫലദായകമാകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കലാണ്. കുട്ടികൾ ബാലവികാസ് ക്ലാസുകളിലെ ശിക്ഷണം നേടുന്നത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം. മറ്റു ദിവസങ്ങളിൽ വിദ്യാലയങ്ങളിലെ പതിവ് ക്ലാസുകൾ ഉപയോഗപ്പെടുത്തുന്നു. അതിനാൽ ബാലവികാസ് ഗുരുവിന്റെ സ്വാധീനം കുട്ടികളിൽ അസാധാരണ ശക്തിയോടെ പതിയണം. അവരുടെ സ്വഭാവഘടന പരിഷ്കരിക്കുകയെന്ന പ്രക്രിയയിൽ രാസത്വരകമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കണമെങ്കിൽ അത് ആവശ്യമാണ്. മുതിർന്നവരോട് ബഹുമാനപൂർവ്വം പ്രവർത്തിക്കാനുള്ള മനോഭാവം വളർത്തുക. കുട്ടിയുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം കുടുംബവും അറിഞ്ഞിരിക്കണം. ബാലികാ ബാലന്മാരുടെ അമ്മയുമായി മാസത്തിലൊരിക്കലോ അതിൽ കൂടുതൽ തവണയോ സമ്പർക്കം പുലർത്തുന്നത് ആവശ്യത്തെപ്പറ്റിയോ കുടുംബജീവിതത്തിലെയും സാമൂഹിക ജീവിതത്തിലെയും ഉന്നത ആദർശങ്ങളെപ്പറ്റിയോ വേണ്ട നിർദ്ദേശം നൽകാം. വീട്ടിൽ കുട്ടികൾക്ക് മതിയായ സ്വാതന്ത്ര്യം കൊടുക്കുന്നതോടൊപ്പം അവരെ ശരിയായ വിധത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ സതുപദേശം നൽകാം. കുട്ടികൾക്ക് അർഹമായ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഉപദ്രവകരമായ പ്രവണതകൾ അവനിൽ വളരാതെ നോക്കണം. കുടുംബത്തിലുള്ള മുതിർന്നവരോട് ബഹുമാനപൂർവ്വം പെരുമാറാനുള്ള ശീലം വളർത്തണം. കുട്ടികളുടെ മുന്നിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ പറ്റി മുതിർന്നവർക്ക് ബോധമുണ്ടാവണം. അനുകരണം വഴിയാണ് കുട്ടികൾ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നത്. കുടുംബത്തിൽ ധാരണയുടെയും കാരുണ്യത്തിന്റെയും ഒരു അന്തരീക്ഷം അനിവാര്യം. ഈ സദസ്സിലുള്ള അമ്മമാർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇങ്ങനെ ചെയ്താൽ അത് ബാലവികാസത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. ബാലവികാസ് കുട്ടികൾ വളരുന്ന കുടുംബത്തിന്റെ അന്തരീക്ഷം ബാലവികാസ് കുട്ടികൾ വളരുന്ന കുടുംബത്തിന്റെ അന്തരീക്ഷം നിർമ്മലമായിരിക്കണം. അവിടെ വിദ്വേഷം, അസൂയ, മത്സര്യ ബുദ്ധി, കാപട്യം എന്നിവയിൽ നിന്ന് മുക്തമായ ബന്ധനങ്ങൾ നിറഞ്ഞു നിൽക്കണം. ബാലികാ ബാലന്മാർ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ സ്വാത്വികമായിരിക്കണം. 2 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്ക് കുട്ടികളുടെ മനോഭാവത്തെ വല്ലാതെ സ്വാധീനിക്കും തൊട്ടടുത്തുള്ളവരുടെ പെരുമാറ്റം എന്നതുകൊണ്ട് രക്ഷാകർത്താക്കൾ സ്വയം നല്ല മാതൃകയായി തീരാൻ ഉദ്യമിക്കണം. പ്രവർത്തകർ, ഔദ്യോഗിക ഭാരവാഹികൾ, ഗുരുക്കന്മാർ, ലോകമെമ്പാടുമുള്ള സത്യസായി സംഘടനയുടെ സേവാദൾ അംഗങ്ങൾ എല്ലാവരും ഓർക്കണം, അവർ എവിടെയായിരുന്നാലും എന്ത് ചെയ്താലും പൊതുജനങ്ങളുടെ നോട്ടത്തിന് വിഷയമാണെന്ന്. ഉപേക്ഷിക്കണമെന്ന് മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന പെരുമാറ്റത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും അവർ സ്വയം മുക്തരായിരിക്കണം. ഗുരുക്കന്മാർ സ്വന്തം കുഞ്ഞുങ്ങളെ ബാലവികാസിൽ അയക്കാതിരിക്കരുത്. അവർ രോഷാകുലരാകാതെയും വികാരങ്ങളെ നിയന്ത്രിച്ചും കഴിയണം. അവർ മനസ്സിടിവ്, അധൈര്യം, ചഞ്ചല മനസ്കത എന്നിവ പ്രകടിപ്പിക്കരുത്. എത്രത്തോളം ജോലി ചെയ്യുന്നു എന്നതല്ല, ചെയ്യുന്ന ജോലി എത്രത്തോളം ഗുണകരമാണ് എന്നതാണ് പ്രധാനം. തൃപ്തികരമായി ചെയ്യാവുന്നിടത്തോളം ജോലി സ്വീകരിച്ചാൽ മതി. മനസാക്ഷിയാവട്ടെ വിധികർത്താവ്. കുട്ടികളുടെ കാര്യത്തിൽ സമൂഹ തലത്തിൽ തങ്ങളുടെ ചുമതലകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തൃപ്തരാകാം. വിവേചനാബോധത്തോടും പ്രേമത്തോടും പ്രശ്നങ്ങൾ പരിഹരിക്കുക. ലളിത ജീവിതം, ആത്മീയാന്വേഷണം, പ്രേമനിഷ്ഠമായ സേവനം മുതലായ ആത്മീയ ആദർശങ്ങളുടെ പ്രചാരണത്തിനുതകുന്ന സാഹചര്യം ഇന്ന് എങ്ങും കാണുന്നില്ല. സായി തുടങ്ങിയ ആത്മീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധമില്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടി വരും പലപ്പോഴും ഗുരുക്കന്മാർക്ക്. ചിലപ്പോൾ ഗുരുവിന്റെ ഭർത്താവിനായിരിക്കും സമർപ്പണ ബോധത്തോടെ ഏറ്റെടുത്ത് ജോലി ചെയ്തു തീർക്കേണ്ടി വരിക. ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജ്യത്ത് ബാലവികാസ് പ്രസ്ഥാനം വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. എങ്കിലും ചേരി പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും ഈ പ്രസ്ഥാനത്തിന്റെ വികസന സാധ്യത പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. വേറെയുമുണ്ട് പലതരം പ്രശ്നങ്ങൾ. അവയെല്ലാം വിവേകത്തോടെയും പ്രേമത്തോടെയും കൈകാര്യം ചെയ്യുക. കുട്ടികളെ കൂടുതൽ നന്നായി സേവിക്കുക എന്ന ആഗ്രഹത്തോടെ ഈ പ്രശ്നങ്ങളെ നേരിടുക. അതിവേഗം അവയെ തരണം ചെയ്യാൻ കഴിയും. ക്രമേണ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് ബാലവികാസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം മാത്രമല്ല, ഗുരുക്കന്മാർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം കൂടിയാണ്. ബാലവികാസ് പ്രവർത്തനങ്ങൾ മറ്റേതൊരു സാധനയെക്കാളും നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ഉയർത്തുകയും ഉദാത്തമാക്കുകയും ചെയ്യും. നിങ്ങൾ ഗുരുവായിരിക്കുമ്പോൾ നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങളുടെ സേവകളിൽ മേൽനോട്ടം നടത്തിക്കൊണ്ട് നിങ്ങൾക്കുമുള്ള ഒരു ഗുരുവെന്ന് വിസ്മരിക്കാതിരിക്കുക. അതുകൊണ്ട് ഗുരുക്കന്മാരായ നിങ്ങളും വിദ്യാർത്ഥികളാണ്. നിങ്ങളും പഠിക്കുന്നുണ്ട് സമത്വത്തിന്റെയും സമദർശനത്തിന്റെയും നിസ്വാർത്ഥ പ്രേമത്തിന്റെയും പാഠങ്ങൾ. എല്ലാ ദേശങ്ങളിലെയും യോഗികൾ ഒരുപോലെ മഹാന്മാർ തന്നെ. വിവിധ വിശ്വാസങ്ങൾ പുലർത്തുന്ന കുട്ടികളെയാണ് ബാലവികാസ് ക്ലാസ്സിലേക്ക് ആകർഷിക്കേണ്ടത്. അങ്ങനെ വന്നുചേരുന്ന കുട്ടികൾ തമ്മിലുള്ള സൗഹൃദം വളരും. സൗഹൃദം പരസ്പര ധാരണയിലേക്കും ധാരണ പ്രേമത്തിലേക്കും അവരെ നയിക്കും. തുടക്കത്തിൽ മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റി പരാമർശിക്കരുത്. പ്രകടമായ സാദൃശ്യങ്ങൾ വെളിപ്പെടുത്തുക. അങ്ങനെ നിങ്ങളുടെ അധീനതയിലുള്ള മൃദുഹൃദയങ്ങൾ ചിന്താക്കുഴപ്പങ്ങളിൽ പെടാതിരിക്കും. എല്ലാ ദേശങ്ങളിലെയും യോഗികൾ ഒരുപോലെ മഹാന്മാർ തന്നെയെന്ന് അവർക്ക് തോന്നത്തക്കവണ്ണം എല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കഥകളും അവർക്ക് പറഞ്ഞു കൊടുക്കുക. പ്രാർത്ഥന സാർവലൗകികമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കട്ടെ. ഏതു നാമത്തോടും ഏത് ഭാഷയിൽ ചെയ്യുന്ന പ്രാർത്ഥനയും ഒരേ ദൈവത്തെ മുൻനിർത്തിയുള്ളതാണ്. ഒരു ചിത്രത്തിലൂടെ, വിഗ്രഹത്തിലൂടെ ഒരാളുടെ ആത്മാർത്ഥമായ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ കഴിയും. പക്ഷെ ആഗ്രഹങ്ങൾ അന്യർക്ക് കൂടി ഗുണം ചെയ്യുന്നതായിരിക്കണം. എല്ലാ കുഞ്ഞുങ്ങളെയും തമ്മിൽ കൂട്ടിയിണക്കാൻ പ്രേമത്തിന് കഴിയും. കാരണം അവൻ വെറുക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അസൂയ, കാമം, ആസക്തി എന്നീ രോഗങ്ങളിൽ നിന്നും വിമോചിപ്പിക്കാമെങ്കിൽ പ്രേമത്തിന് എല്ലാ മനുഷ്യരാശിയും ഏകീഭവിപ്പിക്കുവാനും സാധിക്കും. എല്ലാ മതഗ്രന്ഥങ്ങളിലുമുള്ള സാൻമാർഗിക മൂല്യങ്ങളും തത്വങ്ങളും ബാലന്മാരുടെ പെരുമാറ്റങ്ങളെ രൂപപ്പെടുത്തത്തക്കവണ്ണം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈശ്വരനിൽ നിന്നും തനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് മനുഷ്യൻ അദ്ദേഹത്തോട് നന്ദിയുള്ളവനായിരിക്കണം എന്ന് വേദങ്ങൾ പഠിപ്പിക്കുന്നു. ബൈബിൾ ഉദ്ബോധിപ്പിക്കുന്നു. മനുഷ്യൻ മനഃശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കണം, കഷ്ടപ്പെടുന്നവരോട് കാരുണ്യം കാണിക്കണമെന്ന്, തന്റെ ഇച്ഛ ആത്മാവിന്റെ സമക്ഷം സമർപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ ഉദ്ബോധിപ്പിക്കുന്നു.
ബുദ്ധമത ഗ്രന്ഥങ്ങൾ അനാസക്തിയുടെയും ഇന്ദ്രിയ നിഗ്രഹത്തിന്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്നു. തെറ്റായ പ്രവണതകൾ ഉപേക്ഷിക്കാനും ആന്തരികമായ തേജസ്സിൽ പ്രകാശിക്കുവാൻ സെന്റ് അവസ്റ്റ ഉപദേശിക്കുന്നു. ഈ ആദർശങ്ങൾ വിദ്യാർത്ഥികളിൽ തത്വം പ്രയോഗം എന്ന നിലയിൽ ഇവ അവരിൽ സംശീകരിക്കാൻ യത്നിക്കണം. നിങ്ങളുടെ ഹൃദയം വിദ്വേഷം കൊണ്ട് കനം വെക്കാതിരിക്കട്ടെ. ഇവ കൂടാതെ സഹനശക്തി കൊണ്ട് സുസജ്ജനാകണം ഗുരു. അദ്ദേഹം ശാന്തനും സൗമ്യശീലനുമാകണം. ചുറ്റുപാടുകളുടെ പ്രതികൂലതകളെ തളരാതെ നേരിടാൻ അദ്ദേഹം സന്നദ്ധനായിരിക്കണം. ശാന്ത സ്വഭാവമാണോ നിങ്ങളുടേത് എന്ന് ആരെങ്കിലും അന്വേഷിച്ചാൽ ക്ഷുഭിതനാകരുത്. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ വീണ്ടും വീണ്ടും കോപാക്രാന്തരാകും ചിലർ. ഒരു കുട്ടിയോടോ രക്ഷാകർത്താവിനോടോ മറ്റു വഴികൾ അടഞ്ഞതിനാൽ പരുഷമായി സംസാരിക്കേണ്ടി വന്നാൽ തന്നെ നിങ്ങളുടെ ഹൃദയം മാർദ്ദവമുള്ളതായിരിക്കണം. പക്ഷപാതവും വിദ്വേഷവും കൊണ്ട് കഠോരമാകാൻ അനുവദിക്കരുത്. ഈ സേവന പ്രവൃത്തിക്ക് വ്യക്തികൾ ആത്മാർത്ഥതയോടും ക്രമമായും നിത്യവും സാധന അനുഷ്ഠിക്കണം. പ്രണവോച്ചാരണം, ഓങ്കാരം അത്തരം ആത്മീയ സാധനങ്ങളുടെ ഒരു രൂപമാണ്. പ്രഭാതത്തിന് തൊട്ടു മുമ്പ് പ്രശാന്തി നിലയത്തിൽ 21 പ്രാവശ്യം ഓങ്കാരം ഉച്ചരിക്കണമെന്നാണ് വ്യവസ്ഥ. ഈ എണ്ണം വെറുതെ നിശ്ചയിച്ചതല്ല, അതിന് അതിൻ്റെതായ അർത്ഥവും പ്രസക്തിയുമുണ്ട്. നമുക്ക് 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ട്. നമ്മുടെ നിലനിൽപ്പിന് പഞ്ചപ്രാണങ്ങളുണ്ട്. ദിവ്യസ്ഫുരണങ്ങൾ ഉൾക്കൊള്ളുന്ന പഞ്ചകോശങ്ങൾ നമുക്കുണ്ട്. ഇവയുടെ ആകത്തുക 20. അപ്പോൾ 21 പ്രാവശ്യം ഓങ്കാരം ഉച്ചരിക്കുമ്പോൾ ഈ 20 ഘടകങ്ങളും സ്ഫുടവും നിർമ്മലമാകുന്നു. 21ാമത് ഘടകമായ മനുഷ്യനെ സത്യവുമായി വിലയം പ്രാപിക്കാൻ ഇത് പ്രാപ്തമാക്കുന്നു. ഇവിടെ ജീവതത്വം പരതത്വത്തിൽ ഐക്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. 20 തലയുള്ള കുതിരമേൽ സഞ്ചരിക്കുന്ന സവാരിക്കാരനാണ് ജീവതത്വം എന്ന് ആലങ്കാരികമായി പറയാം. പ്രണവോച്ചാരണം അവസാനം 3 പ്രാവശ്യം ശാന്തി മന്ത്രം ജപിച്ച് നിങ്ങൾ അവസാനിപ്പിക്കുന്നു. സ്ഫുടീകരണം, ശുദ്ധീകരണം എന്നിവ ഇവിടെ പൂർത്തിയാകുന്നു. ആദ്യത്തെ ശാന്തി മന്ത്രോച്ചാരണം ആദി ഭൗതികം എന്ന ശരീരഭാഗത്തിന്റെ ശുദ്ധീകരണം സാധിക്കുന്നു. രണ്ടാമത്തേത് ആദി ദൈവികത്തിന്റെ ശുദ്ധീകരണം നടക്കുന്നു. മനസ്സ് ആധ്യാത്മികത്തിന്റെ ശുദ്ധീകരണമാണ് 3ാമത്തെ ശാന്തി മന്ത്രോച്ചാരണം നിർവഹിക്കുന്നത്. ആത്മാവിന്റെ പ്രണവജപം നിങ്ങളെ ഉന്മേഷപൂർണരാക്കുന്നു. മനസ്സിലെ എല്ലാ വിക്ഷോഭങ്ങളും ശാന്തമാക്കുന്നു. അനുഗ്രഹ വർഷത്തെ ത്വരിപ്പിക്കുന്നു. സായിറാം. പക്ഷെ അനുഭവം കൂടെ പറഞ്ഞോളൂ സായിറാം. ഞാനിവിടെ പറയാൻ പോകുന്ന അനുഭവം എന്ന് പറയുന്നത് വലിയ അത്ഭുതങ്ങളല്ല, അതേസമയം എങ്ങനെയാണ് സത്യസായി സേവ ഓർഗനൈസേഷനിലേക്ക് കടന്നു വന്നത് എന്നുള്ള, അതിൽ തന്നെ ഭഗവാൻ അതിനെ എത്രമാത്രം നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ബാലവികാസ് വിദ്യാർത്ഥി ജീവിതത്തിലൂടെ കടന്ന് നമ്മളെ ജീവിതത്തിന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും, അതോടൊപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന, നമ്മൾ ഭഗവാൻ പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെതായ അനുഭൂതിയും, അതൊക്കെ ചേർന്നുള്ള നമുക്ക് സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ ഞാൻ ചുരുക്കി പറയാൻ ശ്രമിക്കാം. പ്രത്യേകിച്ച് അവനവനെ കുറിച്ച് പറയുന്നതാകുമ്പം ഒരു എന്താ പറയാ, അവനവനെ പുകഴ്ത്തുന്ന രീതിയല്ല, ഒരു പൊങ്ങച്ചത്തിന്റെ വഴി പോലെ തോന്നും. പക്ഷെ ഞാനിത് പറയുന്നത് ഒരു ബാലവികാസ് സ്റ്റുഡന്റിന്റെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സായിറാം. നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മളെല്ലാ വീടുകളിലും, വളരെ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ വീടുകളിലും സന്ധ്യാനേരത്ത് മുതിർന്നവരോടൊന്നിച്ചിട്ട് രാമനാമജപം മെയിനായിട്ട് ചൊല്ലുന്ന രീതികളുണ്ടല്ലോ. ഇന്ന് അത് കുറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പ്രാർത്ഥനകളും, അതോടൊപ്പം തന്നെ നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന പദ്യങ്ങൾ, അതൊക്കെ ചൊല്ലുന്ന ഒരു രീതി, സന്ധ്യാനാമം ജപിക്കുന്നതിനൊപ്പം അതിന്റെ ശീലം ഉണ്ടായിരുന്നല്ലോ. പണ്ടുകാലത്ത് വളരെ ഒരു വീട്ടിലും അത് ഇല്ലാതിരിക്കില്ല. അപ്പോ എൻ്റെ വീട്ടില് സന്ധ്യാവന്ദനത്തിന് മുൻകൈ എടുത്തിരുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരിയായിരുന്നു. ഈ സഹോദരി വളരെ നേരത്തെ തന്നെ, അവര് പ്രൈമറി സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരെ പഠിപ്പിക്കുന്ന സ്കൂളിലെ ഒരു ടീച്ചറാണ് എഴുതി കൊടുത്തത്.
ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതൊരു പ്രാർത്ഥനയാണെന്നല്ലാതെ ആരെയാണ് പ്രാർത്ഥിക്കുന്നതെന്നോ പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നോ ഒന്നും എഴുതി കൊടുത്ത ടീച്ചർക്ക് അറിയില്ല. അതേപോലെ തന്നെ ഈ ചൊല്ലുന്ന എൻ്റെ പെങ്ങൾക്കും അതുപോലെ തൊട്ടുപുറകിൽ നിന്ന് ഞങ്ങളും ചൊല്ലാറുണ്ടായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു. അതിന്റെ വരികൾ ഇങ്ങനെയായിരുന്നു: കനിയുകയില്ലേ ഭർത്തിപുരീശ, കനിവിൻ ദീപമേ സായിമുരാര്, ഒരു നോക്ക് കാണാൻ കൊതിയുണ്ടെനിക്ക്, കനിയുകയില്ലേ ഭർത്തിപുരീശ. ചേച്ചിയുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ 2-3 സഹോദരങ്ങളും പുറകിൽ നിന്ന് ഞങ്ങൾ ഇത് ചൊല്ലുമായിരുന്നു ബൈഹാർട്ടായി. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആർക്കും ഇത് അറിയില്ല. ആരെയാണ് പ്രാർത്ഥിക്കുന്നത് അറിയുന്നില്ല, ഒന്നും അറിയില്ല. ഇവിടെയാണ് നമ്മൾ ജന്മജന്മാന്തരങ്ങളായി നിങ്ങളെ ഞാൻ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കാര്യം. അങ്ങനെ കുറച്ചു കാലം ഞങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴേ തെയ്യന്തറ ഉത്സവമുള്ള സ്ഥലങ്ങളിലൊക്കെ ഫോട്ടോസ് ഒക്കെ വിൽക്കാൻ വെക്കുമല്ലോ. പണ്ട് കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ആണ് കിട്ടുക. എണ്ണച്ചായമുള്ള ഇന്നത്തെ ഓഫ്സെറ്റ് പ്രിന്റ് ഒന്നും ഇല്ലാത്ത വളരെ കാലം മുമ്പാണ് ഇത്. കാലം ഞാൻ പറയുന്നത് 1968, 69, 70 കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഉത്സവപ്പറമ്പില് ഒരുപാട് ഫോട്ടോ വിൽക്കാൻ വെച്ചതിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ രൂപം കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ കണ്ട് എൻ്റെ സഹോദരി കച്ചവടക്കാരനോട് ഇത് ആരുടെ ഫോട്ടോ ആണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇത് സായിബാബയാണെന്ന്. ആദ്യമായിട്ട് എൻ്റെ പെങ്ങളും അതോടൊപ്പം ഞങ്ങളും സായിബാബ എന്ന തിരുനാമം ആദ്യമായിട്ട് ഞങ്ങൾ അറിയുന്നത് ആ ഫോട്ടോ വിൽക്കുന്ന ആളിൽ നിന്നാണ്. അതും കൊണ്ടുവന്ന് അത് ഈശ്വരനാണോ എന്താണെന്ന് അറിയില്ല. അതോടൊപ്പം കനിയകയിലെ പർത്തിപുരീശ, കനിവിൻ ദൈവമേ സായിമുരാരെ എന്ന് പറയുന്ന ഭഗവാൻ സത്യസായി ബാബയാണെന്നും അറിയാതെ ആ ഫോട്ടോ കൊണ്ടുവന്ന് ചുമരിൽ തൂക്കി. ഞങ്ങൾ പ്രത്യേകം പൂജാമുറി ഒന്നുമില്ല, ചെറിയൊരു വീടാണ്. ആ ഫോട്ടോന്റെ മുന്നിൽ നിന്നായി പിന്നീടുള്ള പ്രാർത്ഥന. അത്ഭുതം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞു വരുന്ന അത്ഭുതം. ഭഗവാനെ അറിയില്ല, ഭഗവാനെ കണ്ടിട്ടില്ല, ആ സായിബാബ എന്നുള്ള പേര് കേട്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ എത്രയോ കാലമായിട്ട്, എൻ്റെ പെങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാനന്നേരം ഏതാണ്ട് ഒരു 7 വയസ്സ് 8 വയസ്സുള്ള സമയമാണ്. അങ്ങനെ കുറെ കാലം ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങളുടെ ഒരു ബന്ധുവായ ശ്രീ പി മുകുന്ദൻ, നമ്മുടെ ലക്ഷ്മൺ മാസ്റ്ററുടെ ജ്യേഷ്ഠൻ സഹോദരൻ, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വരികയും അച്ഛനോടും കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ആദ്യമായിട്ട് ഭഗവാന്റെ നാമം ആധികാരികമായിട്ട് നമ്മൾ അറിയുന്നത് ഈ മൂന്നാപ്പന്റെ ശബ്ദത്തിൽ നിന്നാണ്. അവരാണ് ഇത് പറഞ്ഞു തന്നു. അങ്ങനെ കുറച്ച് ഭജനകൾ എഴുതി തന്നു. വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും സന്ധ്യക്ക് നാമം ജപിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊക്കെ ഭജന പഠിച്ചു. ആദ്യമായിട്ട് ഭഗവാൻ സത്യസായി ബാബയോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥന തുടങ്ങി. കാലം കുറച്ചുകൂടി കടന്നു. പിറ്റേത്തെ വർഷം 1971 എൻ്റെ ഓർമ്മ. ഓണം നാളിൽ അഞ്ചരക്കണ്ടി സമിതിയിൽ നിന്നും ഒരു ബസ് പുട്ടപർത്തിയിലേക്ക് പോകുന്നുണ്ട് എന്നറിഞ്ഞു. അപ്പൊ അന്ന് പുട്ടപർത്തി എന്നുള്ള വാക്കറിയില്ല, ആന്ധ്ര എന്നാണ് പറയുക. ആന്ധ്രയിൽ ഒരു സ്വാമിയുണ്ട്, സ്വാമിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അച്ഛൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. അന്ന് പുട്ടപർത്തിയിൽ പോകാൻ വേണ്ടി വരുന്ന ചെലവിനൊക്കെ വേണ്ടി വരുന്ന പൈസ 100 രൂപയാണ്. പക്ഷെ 100 രൂപ അന്ന് ഇന്നത്തെ ആയിരക്കണക്കിന് രൂപയുടെ വിലയാണ്. അച്ഛൻ ഒരു നാട്ടിലുള്ള ഒരാളിൽ നിന്ന് പണം കടം വാങ്ങി. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു അയാൾക്ക് കുറച്ച് കാശുള്ള ഞാനും വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ ബസ്സിൽ പുട്ടപർത്തിയിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ പുട്ടപർത്തിയിലേക്ക് എത്തി അച്ഛൻ ഭഗവാനെ കണ്ടു. അച്ഛൻ അല്പം മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അച്ഛൻ തിരിച്ചു വന്നു, മദ്യപാനെല്ലാം നിർത്തി. അങ്ങനെ വീട്ടിന്റെ അന്തരീക്ഷം ഒക്കെ മാറി തുടങ്ങി. തൊട്ടടുത്ത വർഷം എൻ്റെ ഈ പെങ്ങൾ, മൂത്ത പെങ്ങളും മറ്റ് 2 പെങ്ങന്മാരും എൻ്റെ അമ്മയും അടുത്ത വർഷത്തെ പുട്ടപർത്തി യാത്രയിൽ അവർ 3 പേരും പോയി. മൂന്നാമത്തെ വർഷം 1974 എൻ്റെ ഓർമ്മ. അച്ഛൻ വീണ്ടും പുട്ടപർത്തിയിലേക്ക് പോകും. ഞാനും അച്ഛൻ്റെ കൂടെ. അന്ന് ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 12ാമത്തെ വയസ്സ്. അങ്ങനെ ഒരു നോക്ക് കാണാൻ കൊതിയുണ്ട് എനിക്ക്, കനിയുകയിലെ സായിമുരാരെ എന്ന് അറിയാതെ ചൊല്ലിയ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സഫലമായി. ഞങ്ങൾ എല്ലാവരും പിന്നീട് സമിതിയിൽ സജീവമായി. സമിതി അന്നേരം തുടങ്ങിയ കാലമാണ്. അഞ്ചരക്കണ്ടിയിൽ ഒരു 60 കാലഘട്ടത്തിലാണ് സമിതിയൊക്കെ തുടങ്ങുന്നത്. ഞാൻ അവിടെ സമിതിയിൽ പോകുന്നത് 1971. ആ സമയത്ത്
ആ വർഷമാണല്ലോ ബാലവികാസ് ആധികാരികമായിട്ട് ഭഗവാൻ പ്രഖ്യാപിച്ച വർഷമാണത്. പക്ഷെ ഭഗവാൻ ആധികാരികമായിട്ട് ഈ ബാലവികാസ് കനിഞ്ഞ് അനുഗ്രഹിച്ച് തരുന്നതിന് മുമ്പ് തന്നെ അഞ്ചരക്കണ്ടി സമിതിയിൽ ഞങ്ങൾക്ക് നമ്മുടെ ഇതിലുള്ള ലക്ഷ്മൺ മാസ്റ്റർ, രാജൻ മാസ്റ്റർ, നമ്മുടെ ഓർഗനൈസേഷന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആയിരിക്കുന്ന ശ്രീ രത്നാരാജൻ, ഈ 3 പേര് ചേർന്ന് അവിടെ വരുന്ന കുട്ടികൾക്ക്, ഞങ്ങളൊക്കെ അതിലുള്ള ഈ കുട്ടികൾക്ക് ഭഗവത്ഗീത ക്ലാസ്സും അതുപോലെ തന്നെ മഹാഭാരത കഥയും പറഞ്ഞു തരുമായിരുന്നു. പ്രത്യേകിച്ച് ആ പ്രായത്തിൽ നമുക്ക് കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. ഞങ്ങളങ്ങനെ കൂടുതൽ ആകൃഷ്ടരായി അതിൽ. പിന്നീട് ഭഗവത്ഗീത 15, 16, 17, 18 അധ്യായങ്ങൾ ഞങ്ങൾക്ക് എഴുതി തന്നു. അന്ന് 15-ാം അധ്യായം 16-ാം അധ്യായമൊക്കെ ഞങ്ങൾക്ക് ബൈഹാർട്ടായിരുന്നു. 17 വരെ, 18 പിന്നെ കൂടുതലുള്ളത് കൊണ്ട് അന്ന് അത്രത്തോളം പഠിച്ചില്ല. എങ്കിലും ഇന്നും നമുക്കറിയാം ബാലവികാസിൽ ആകെ സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു 12, അങ്ങനെ മറ്റേ തേർഡിലും 2 കൂടി ഒരു 25 ശ്ലോകങ്ങൾ മാത്രമേ ആകെ പഠിക്കാനുള്ളൂ. അപ്പൊ അന്ന് അങ്ങനെ ബാലവികാസ് അതിന്റെ ഫുൾ സ്വിങ്ങിലേക്ക് വരികയാണ്. കുറച്ച് കഴിഞ്ഞു 1975-ലാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അതായത് ബാലവികാസിന്റെ പരീക്ഷ നടത്തുന്നു. അന്ന് ഗ്രൂപ്പ് 2 ആണ്. അന്ന് ഗ്രൂപ്പ് 1-ലെ ശ്ലോകങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഗ്രൂപ്പ് 2-ന്റെ പരീക്ഷ ഉണ്ടെന്ന് അറിയും. അപ്പൊ അന്ന് ഈ പരീക്ഷയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്കോ പഠിക്കുന്ന കുട്ടികൾക്കോ ആർക്കും അറിയില്ല. ഇന്ന് നമുക്കറിയാം, ഇപ്പോ ബാലവികാസിന്റെ പുസ്തകങ്ങൾക്ക് ഗൈഡിനൊക്കെ ആളെ അന്വേഷിക്കുന്ന സമയമാണ്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറും ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പഠിക്കാം. അപ്പൊ അന്നങ്ങനെയല്ല. അന്ന് നമ്മളെ പഠിപ്പിക്കുന്നു, ഏത് ക്വസ്റ്റ്യൻ വന്നാലും പരീക്ഷ എഴുതാൻ തയ്യാറാവുന്ന രീതിയിലാണ് അന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്ന് അങ്ങനെ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലോ ഒന്നും അറിയാതെ ഞങ്ങൾ എല്ലാവരും പരീക്ഷ എഴുതി. അന്ന് പരീക്ഷ എഴുതി എല്ലാവരും 60%-ലധികം മാർക്കോടുകൂടി പാസ്സായിരുന്നു എന്നതാണ് അന്നത്തെ ബാലവികാസിന്റെ നിലവാരം എടുത്തു കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞ് 1975-ൽ ആദ്യമായിട്ട് ഈശ്വരാംബാദിനം കണ്ണൂർ സമിതിയിൽ വെച്ച് നടന്നു. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതും കഴിഞ്ഞു. പിന്നെ ബാലവികാസ് ഗ്രൂപ്പ് 3 പരീക്ഷ ഇന്നത്തെ രീതിയിലായിരുന്നില്ല. അന്ന് ഇന്റർമീഡിയറ്റ് ഒരു വർഷം പാസ്സായതിനു ശേഷം മാത്രമേ അപ്പർ മീഡിയറ്റ് പിന്നെ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 2 പേപ്പറാണ്, ഇന്റർമീഡിയറ്റ്, അപ്പർ മീഡിയറ്റ്. ഹോൾ ടിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണ പബ്ലിക് എക്സാമിനേഷൻ പോലെയാണ് അന്നത്തെ പരീക്ഷയൊക്കെ. അങ്ങനെ 1981-ൽ ആണ് ഞാൻ ഫൈനൽ പരീക്ഷ, ഗ്രൂപ്പ് 3 ഫൈനൽ പരീക്ഷ പാസ്സായി. അന്ന് അത് പരീക്ഷയ്ക്ക് അന്ന് വൈവ ഉണ്ടായിരുന്നു, വൈവ കൂടി ഉണ്ടായിരുന്നു. ഈ ഇന്റർമീഡിയറ്റ്, അപ്പർ മീഡിയറ്റ് വൈവ. അന്ന് ഞങ്ങളുടെ വൈവ നടത്തിയിരുന്നത് നമ്മൾക്ക് അറിയാം, കൗമുദി ടീച്ചർ. അതായത് സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി കണ്ണൂർ സന്ദർശിച്ചപ്പോ പിന്നെ കൗമാര പ്രായത്തിലുണ്ടായിരുന്ന കൗമുദി ടീച്ചർ തന്റെ ആഭരണങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമര ഫണ്ടിലേക്ക് നൽകുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗതി പോലും മാറി മറിക്കുന്ന രീതിയിലുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുകയൊക്കെ ചെയ്ത കാര്യം നമുക്കറിയാവുന്ന. അന്ന് നമ്മൾ 10-ാം ക്ലാസ്സിൽ കൗമുദി കാ ത്യാഗ് എന്ന് ഹിന്ദിയിൽ ഒരു പാഠം പഠിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഈ കൗമുദി ടീച്ചർ ജീവിച്ചിരിപ്പുള്ള ഒരു വ്യക്തിയാണെന്ന് പോലും അറിയില്ല, കണ്ണൂർക്കാരത്തിയാണെന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. പിന്നെയാണ് അറിയുന്നത് അവര് അന്ന് ഇങ്ങനെ നമ്മളെ വൈവ പരീക്ഷ നടത്താൻ വേണ്ടി വന്നപ്പോഴാണ് എല്ലാവരും പറഞ്ഞു, ഇതാ നമ്മളെ കൗമുദി കാ ത്യാഗ് എന്ന പാഠം പഠിച്ച കൗമുദി ടീച്ചറിലെ അവരാണ് ഇവരെന്ന് പറഞ്ഞു. അവരാണ് അന്ന് ഈ വൈവ നടത്തിയിരുന്നത്. അന്ന് വൈവ നടത്തുമ്പോൾ ടീച്ചറ് ആദ്യമായിട്ട് എന്നോട് ഒരു ഭജഗോവിന്ദത്തിലെ 1-ാമത്തെ ശ്ലോകം ചൊല്ലാനാണ് പറഞ്ഞത്. അതിൽ നഹി നഹി രക്ഷതിട്ടു പിഞ്ഞ് കരണ എന്നുള്ളത് എന്ന് വ്യാഖ്യാനിച്ചു തന്നു. അതിനുശേഷം ടീച്ചർ പറഞ്ഞു, സ്വാമി പറഞ്ഞിരിക്കുന്ന ബി എ ലോട്ടസ് ഉള്ള ഒരു ഇതുണ്ടല്ലോ, അതായത് ചുറ്റുപാടിൽ എന്ത് അഴുക്ക് പുരണ്ടാലും നമ്മൾ അതില് പിന്നെ അഴുക്ക് പുരാൻ പാടില്ല എന്ന് പറയുന്ന രീതി, നമ്മുടെ എപ്പോഴും ശുദ്ധമായ രീതിയിലായിരിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഉപദേശവും ടീച്ചർ തന്നിരുന്നു. ടീച്ചർ പറഞ്ഞു, എവിടെ എത്തിയാലും സമൂഹത്തിൽ എന്ത് മോശമുള്ള ചുറ്റുപാടുകളായാലും നമ്മളെപ്പോഴും ഭഗവാനെ ഓർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ശരി, സത്യത്തിൽ അതൊക്കെ മനസ്സിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അന്ന് ടീച്ചർ പറഞ്ഞു തന്ന ഉപദേശങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ പച്ച പിടിച്ച് കിടപ്പുണ്ട്. അന്നത്തെ ഫൈനൽ പരീക്ഷയിൽ അന്ന് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് 2-ാം റാങ്കും അന്ന് ഒരു ക്യാഷ് പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് സ്വാഭാവികമായിട്ടും അന്നത്തെ പ്രായത്തിൽ ഉണ്ടാവുന്ന ചെറിയൊരു അഹങ്കാരം കൂടി ഉണ്ടായി എന്ന് വേണം പറയാം. അതേ വർഷമാണ് ഞാൻ കണ്ണൂർ പോളിടെക്നിക്കിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും പാസ്സാകുന്നത്. അപ്പൊ ഒരേ വർഷം ഭൗതിക വിദ്യക്കും ആത്മവിദ്യക്കുള്ള 2 ഡിപ്ലോമകൾ ഒരേ സമയം കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഭൗതികവും ആത്മീയമായ 2 വിഭാഗത്തിലേക്കും ലഭിച്ച
2 സർട്ടിഫിക്കറ്റുകൾ, ടീച്ചർ പറഞ്ഞു തന്നിരുന്ന ഉപദേശങ്ങൾ, അതൊക്കെ കൂടി ഞാൻ ഇനി ഒരു ആദർശ ജീവിതം നയിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് കടക്കുന്നത്. 1983 21 വയസ്സിൽ എനിക്ക് ആദ്യമായിട്ട് സർക്കാർ സർവീസിൽ ജോലി കിട്ടുന്നു. കാസർഗോഡുകാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്തിരുന്നത് അവിടെ തന്നെയാണ്, കാസർഗോഡായിരുന്നു. പിന്നെ ഓവർസിയർ ആയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്നത്. ജോലിയിൽ പ്രവേശിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതുവരെ പാസ്സായ ബാലവികാസ് പരീക്ഷയോ റാങ്കോ അല്ലെങ്കിൽ പിന്നെ ക്യാഷ് പ്രൈസോ ഒന്നും അല്ല പ്രധാനം, പരീക്ഷകൾ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് മനസ്സിലായത്, പ്രത്യേകിച്ച് സർക്കാർ സംവിധാനത്തിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ. ഞങ്ങളെ ഒരു ഉദാഹരണം പറയാം. ചെറുപ്പത്തിൽ നമ്മളെ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഒക്കെ പരീക്ഷയ്ക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നത്. നിങ്ങൾ ബസ്സിൽ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു വൃദ്ധൻ അല്ലെങ്കിൽ ഒരു വൃദ്ധ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് എല്ലാവർക്കും അറിയാം, ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. നമ്മൾ എന്ത് പറയും? എന്തെഴുതും? ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രായമുള്ളവർക്ക് സീറ്റ് കൊടുക്കുമെന്ന് നമ്മൾ ഉത്തരം എഴുതും. ആ ഉത്തരം എഴുതുന്നത് കൊണ്ട് നമുക്ക് മാർക്ക് കിട്ടും, നമ്മൾ ബാലവികാസ് പരീക്ഷ പാസ്സാവും. പക്ഷേ നമ്മൾ അത് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പ്രായമുള്ളവർക്ക് സീറ്റ് കൊടുക്കുമോ? അന്നേരം മാത്രമേ നമുക്ക് അതിന്റെ യഥാർത്ഥ മാർക്ക് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മള് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ, ആദർശ ജീവിതം, മദ്യപാനം, കൈക്കൂലി, മയക്കുമരുന്ന്, ഒരുപാട് ചുറ്റുപാടുകൾ, കൗമുദി ടീച്ചർ പറഞ്ഞു തന്നപോലെ അഴുക്കിലാണ് നമ്മൾ ജീവിക്കേണ്ടി വരിക. അപ്പോഴും നമ്മൾ എങ്ങനെ നമുക്ക് പ്രതികരിക്കാൻ കഴിയും? എങ്ങനെ നമ്മൾ ഇതിൽ പുരളാതെ നമ്മൾ എങ്ങോട്ട് മാറും? എങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. 1985 ഞാൻ അവിടുന്ന് കാസർഗോഡ് തന്നെ എനിക്ക് അധ്യാപകനായിട്ടും ജോലി കിട്ടി. കുറച്ചു കാലം കാസർഗോഡ് ആദ്യത്തെ ഐടിഐയിലെ ആദ്യത്തെ അധ്യാപകനായിരുന്നു ഞാൻ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി. കടുത്ത പ്രതിസന്ധിയായിരുന്നു അവിടെയുള്ള ജോലിയൊക്കെ. കോൺട്രാക്ടർമാരുടെയും ഗുണ്ടകളുടെയും ഒക്കെ ഭീഷണികളും ഒരുപാട് പ്രശ്നങ്ങൾ. കടലിൽ യാത്ര ചെയ്യണമായിരുന്നു. അവിടെ അവര് പറയുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ കടലിൽ മുക്കിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ ചെപ്പിനാട്ട് ശാസ്താര, അതിൽ 23ാമത്തെ പാഠം 32 എന്ന് പറയാൻ അധ്യാപകൻ പറഞ്ഞു കൊടുത്തതുപോലെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതേ സെയിം ഇത് തന്നെ. ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വർക്കില് 27 ഘനമീറ്റർ കോൺക്രീറ്റ് ആണ് വരുന്നത്. അത് 72 തലതിരിച്ചെഴുതാൻ എന്നോട് എന്റെ ഹയർ ഓഫീസർമാർ, അതായത് വൻ എമൗണ്ടിലുള്ള വ്യത്യാസം ഉണ്ടാക്കിയിട്ട് കരാറുകാരന്റെ ഭാഗത്ത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ കൂടുതലേക്ക് കടക്കുന്നില്ല, സമയം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ, അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയുള്ള ഒരു ഇതിലും പെടാതെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 1989 കേരള വാട്ടർ അതോറിറ്റിയിൽ വീണ്ടും PSC കിട്ടിയിട്ട് ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് വാട്ടർ അതോറിറ്റിയിലേക്ക് വരികയാണ് ചെയ്തത്. അതിൽ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. പക്ഷെ ഏത് സമയത്തും ഭഗവാൻ കൂടെ ഉള്ളതുപോലെ നമുക്ക് ഫോളോ ദ മാസ്റ്റർ, ഫേസ് ദ ഡെവിൾ, ഫൈറ്റ് ടു ദ എൻഡ്, ഫിനിഷ് ദ ഗെയിം എന്നുള്ളത് എപ്പോഴും ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവസാനത്തെ 3.5 വർഷം അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് കണ്ണൂർ ഒരു 2 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും പെടുന്ന വലിയൊരു പ്രദേശത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അവിടെയുള്ള പദ്ധതികൾ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ഒരു സ്ഥലത്തായിരുന്നു എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. കടുത്ത പ്രതിസന്ധിയായിരുന്നു. ഫോണിൽ എല്ലാവരും വിളിച്ച് ചീത്ത കേൾക്കാത്ത ദിവസങ്ങളോ മണിക്കൂറുകളില്ലെന്ന് തന്നെ പറയാം. ഒരു തരത്തിലും വെള്ളം കിട്ടാത്ത ജനങ്ങൾ വന്ന് കരയുകയും പറയുകയും ചെയ്യുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം എന്ന് വേണം പറയാം. ഞാൻ ചാർജ് എടുത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കുകയും മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും വെള്ളം എത്തിക്കാനുള്ള വെള്ളം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ചീത്ത പറഞ്ഞവരൊക്കെ വന്ന് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. മുഴുവൻ പ്രദേശത്തും വെള്ളം കിട്ടിയതിന്റെ പേരിൽ അവിടെയുള്ള പ്രദേശം മുഴുവൻ ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റാൻ പറ്റി. കൂടാതെ ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് ഭരണസമിതി വാട്ടർ അതോറിറ്റിക്ക് പ്രത്യേകമായ ഒരു അഭിനന്ദന കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഈ അഭിനന്ദന കത്ത് എഴുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരിക്കല് ഞാനൊരു സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു തരത്തിലും വെള്ളത്താത്ത ആ പഞ്ചായത്തിൽ ഏറ്റവും ഉയരമുള്ള പ്രദേശത്താണ് അവസാനമായിട്ട് ഞാൻ ചെയ്യായിരുന്നു. ആ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ അദ്ദേഹം വണ്ടി നിർത്തി എന്നോട് പറഞ്ഞു, ഇവിടെ വെള്ളം എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അവാർഡ് തരും എന്ന് പറഞ്ഞു. തമാശയായിട്ട്, കാരണം ഒരിക്കലും എത്തില്ല എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്.
പക്ഷെ 2 ദിവസം കൊണ്ട് ആ പ്രദേശത്തും വെള്ളം എത്തി എന്നുള്ളതാണ് അത്ഭുതം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായും ഒരു മാലവിക സ്റ്റുഡന്റ് എന്തുമാത്രം നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിനുശേഷവും ഉണ്ടായിട്ടുണ്ട്. ഒരു കടുത്ത പ്രതിസന്ധി എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ മേലെ ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് എൻ്റെ പേരിലൊരു വൻ അച്ചടക്ക നടപടി ജില്ലാ കളക്ടർ എടുക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നിരുന്നു. എന്നെ വിളിച്ചു, വിചാരണ ചെയ്തു, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതിലൊക്കെ ഭഗവാന്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു. അതിപ്പം പറയാൻ കൂടുതൽ സമയം എടുക്കും. ഇനി എപ്പോഴെങ്കിലും ഒരു സമയം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അത് വിശദമായിട്ട് പറയാൻ ഞാൻ തയ്യാറാണ്. സമയം ഏതായാലും ആയിട്ടുണ്ട്. എല്ലാം ഈശ്വരൻ അറിയുന്നു എന്ന വിശ്വാസത്തോടെ ആത്മീയ ജീവിതമെന്നും ഭൗതിക ജീവിതമെന്നും രണ്ടില്ലെന്നും എല്ലാം നമ്മൾ ഭഗവാന്റെ പ്രവർത്തനമാണെന്ന വിശ്വാസത്തോടുകൂടി, ഭഗവാനിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടി ഭഗവാന്റെ തിരുമൊഴികളൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ നമ്മളെ ജീവിത വിജയം സുനിശ്ചിതമാണെന്നതിൽ യാതൊരു സംശയമില്ല. ഞാനിവിടെ നിർത്തിയാണ്. ജയ് സായിറാം. సాయిరామ్. దివ్యాత్మ స్వరూపులారా, ఎంబాడిమెంట్స్ ఆఫ్ డివైన్ ఆత్మ, ముఖ్యంగా మీరు ఈనాడు ఇక్కడికి ప్రవేశించినందుకు మీరు గుర్తించవలసినటువంటిది, తెలుసుకోవలసినటువంటిది ఒక్కటే. ఆఫ్టర్ హ్యావింగ్ కమ్ హియర్, జాతి మత భేదములను విస్మరించి యు ఫర్గెట్ ఆల్ ది డిఫరెన్సెస్ ఆఫ్ కాస్ట్, క్రీడ్, కుల వర్ణ విచారణలు ఏమాత్రం కూడా లెక్క చేయక give up all the differences on the basis of సర్వులు భగవంతుని యొక్క బిడ్డలే. recognize the fact that మన జాతి ఒక్కటే, మానవ జాతి. our caste is the caste of humanity. మన ఆరాధన ఒక్కటే, దైవము. our worship is only worshiping మన కులము ఒక్కటే, అదే ప్రేమ కులము. the community to which we belong is the community of మన భాష ఒక్కటే, అదే హృదయ భాష. the language of the heart is our language. అనేటువంటి సమత్వాన్ని మీరు గుర్తించి recognize this equality, భేదభావమును దూరము నెట్టి give up differences, ప్రేమ భావమును హృదయమును చేర్చుకొని fill your hearts with love, దివ్యమైన నామ సంకీర్తనలో మీ కాలమును సార్థకం గావించుకోండి. sanctify your time singing the glory of the name. ఆ యొక్క నామమే సర్వ విధమైనటువంటి జ్ఞానమును కూడా చేకూరుస్తుంది. that name will confer on you all the knowledge necessary. ఆ నామమే సర్వ సౌకర్యములు కూడా మనకు అందిస్తుంది. all the comforts and facilities will be provided by the name. జీవితంలో సుఖశాంతితో మనము జీవింపజేస్తుంది. life will be full of joy and happiness. దీని వల్ల రాగ ద్వేషములు దూరం గావిస్తాయి. desire, liking, hatred, everything. മാഷെ ഭജന പാടിക്കോളൂ മാഷെ. സായിറാം. ഭജന എൻ്റെ മകളാണ് പാടുന്നത്, വിനത. സായിറാം. വിനത ജോയിൻ ചെയ്തിട്ടില്ല. സായിറാം. പഠിക്കോ? പഠിക്കോളൂ. സങ്കടഹരണ ശ്രീ സായി രമണ, സങ്കടഹരണ ശ്രീ സായി രമണ, പങ്കജ ചരണ നമോ നമോ, പങ്കജ ചരണ നമോ നമോ, വേദോധരണ വെങ്കടരമണ, വേദോധരണ വെങ്കടരമണ, ലക്ഷ്മീനാരായണ നമോ നമോ, സായി നാരായണ നമോ നമോ, നമോ 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 നമോ, നമോ 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 നമോ, പങ്കജ ചരണ നമോ നമോ, പങ്കജ ചരണ നമോ നമോ, സങ്കടഹരണ ശ്രീ സായി രമണ, പങ്കജ ചരണ നമോ നമോ.
वेदोधरणा वेङ्कटरमणा वेदोधरणा वेङ्कटरमणा लक्ष्मीनारायण नमो नमो साई नारायण नमो 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 पङ्कजचरणा नमो नमो पङ्कजचरणा नमो नमो सङ्कटहरणा श्री साई रमणा पङ्कजचरणा नमो नमो ഒരു സെക്കൻഡ് ആ വീഡിയോ ഒന്ന് ഓൺ ചെയ്യോ ശിവ? ഹലോ സായിരം, അത് ഇവിടെ റേഞ്ച് ഭയങ്കര കട്ടാണ്, അതുകൊണ്ട് അതെയോ? ആ, ശരി. ഒന്ന് ശ്രമിച്ചു നോക്കരുത്. ഓക്കെ, ശ്രമിച്ചു നോക്കൂ. സായിരം പറ്റിയാൽ ഒന്ന് കാണാനാ. എല്ലാവർക്കും കാണാൻ വേണ്ടിട്ടാ മോളെ. അതെ, റെക്കോർഡിൽ വരാൻ വേണ്ടിട്ടാ. മോള് ട്രൈ ചെയ്യൂ. ആ ശരി. ശിവാന്തികന്റെ ഫോണുണ്ട്. സായി ഉപമ. സായി അല്ല. ഉപമ. ആ, നിങ്ങളെ ശരി ശരി, നൈസ്. ഓക്കെ, നന്നായിട്ട് പാടിട്ടോ, വെരി ബ്യൂട്ടിഫുൾ, നല്ല ഭജനയായിരുന്നു. സായിരം മോളെ, താങ്ക് യു. ഭജൻ ഗ്രൂപ്പിൽ പാടിയതാണ്. സായി ഉപമ. നിങ്ങളെ ആർക്കും സ്വതന്ത്രരാക്കുവാൻ കഴിയില്ല. എന്തെന്നാൽ ആരും നിങ്ങളെ ബന്ധനസ്ഥരാക്കിയിട്ടില്ല. നിങ്ങൾ സ്വയം ലൗകിക സന്തോഷങ്ങളുടെ കുരുക്കിൽ പെട്ടുകൊണ്ട് വേദന കൊണ്ട് വിലപിക്കുന്നു. ഒരു പരുന്തിന്റെ കൊക്കിൽ മത്സ്യമുള്ളിടത്തോളം സമയം കാക്കകൾ അതിനെ പിന്തുടരുന്നു. കാക്കകളെ ഒഴിവാക്കാനായി അത് ആകാശത്ത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പറക്കുന്നു. മത്സ്യത്തെ തട്ടിയെടുക്കാൻ പിന്തുടരുന്ന കാക്കകളെ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നു. കാക്കകളുടെ ശല്യം കൊണ്ട് സഹികെടുമ്പോൾ കൊക്കിൽ നിന്ന് മത്സ്യത്തെ താഴേക്ക് കളയുന്നു. ആ നിമിഷം മുതൽ അത് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളോടുള്ള മമത ഉപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ആകാംക്ഷകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. മത്സ്യം ഉപേക്ഷിച്ച പരുന്ത് ഒരു മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് തന്റെ ചിറകുകൾ വിടർത്തി ആനന്ദം അനുഭവിക്കുന്നു. അതുപോലെ മോഹമാകുന്ന മത്സ്യത്തെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്കും ആനന്ദം ലഭിക്കുന്നതാണ്. ഭഗവാൻ സൈറാം സൈറാം. ഇന്നത്തെ എല്ലാം സൂപ്പർ ആയിരുന്നു. ഇന്നത്തെ മിസ് ചെയ്തിരിക്കേണ്ട മാഷ് പറഞ്ഞോളൂ. സായിരാം, എല്ലാം ഭംഗിയായി എന്നാ പറഞ്ഞത്. ഓക്കെ. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം.